Hello, dear students. Welcome to Prerna once again. Here in this class, we are going to analyze the factors that led to the American Revolution. The last class was about an introduction to the American Revolution. I had given you in the last class the salient features of the American Revolution, how important it is to the history of America and also the rest of the world, how it had a democratic outlook which was very different from many of the other revolutions. Okay, so here we have to discuss the factors, കാരണങ്ങൾ എന്തൊക്കെ വസ്തുതകൾ അല്ലെങ്കിൽ കാരണങ്ങളാണ് ഇത്തരത്തിലുള്ളൊരു റെവല്യൂഷൻ അല്ലെങ്കിൽ ഒരു കലാപത്തിൽ അല്ലെങ്കിൽ ഒരു വിപ്ലവം അതിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. So in this slide here I have given once again the map of the world for you to understand that we are in fact discussing about the United States of America. By now you know the position of the USA where this particular revolution happened, and now I'm going to mention about the 7 years war. Okay, please note the point, the 7 years war, which you have to know was a prelude, or as a prelude I have to mention about the 7 years war, so that you kind of understand what were the factors which triggered this revolution. So let us try to analyze what the 7 years war was in the history of the world. 7 years war എന്ന് പറയുമ്പോൾ തന്നെ 7 വർഷങ്ങൾ നീണ്ടു നിന്നിരുന്ന യുദ്ധമാണ്. ഓക്കെ, പീരീഡ് നോക്കുവാണെങ്കിൽ 1756 to 63, 7 വർഷം, 56 to 63 7 വർഷക്കാലം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇത് എന്തായിരുന്നു? ഈ രണ്ട് രാജ്യങ്ങൾ, ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട്, were the rivals, were the opponents in the 7 years war. Now the wars were fought mainly for many reasons, along which you can see how there was a scramble for territorial possession which made them enemies. ഓക്കെ, ഏറ്റവും നല്ല കോളനി ആർക്കാണെന്നുള്ളതൊക്കെ പ്രശ്നമായി മാറുന്നതാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഐ ടോൾഡ് യു ബ്രിട്ടൻ ഹാഡ് 13 കോളനീസ്. അതിൻ്റെ മേലെയായിട്ട് കാനഡ വാസ് എ ഫ്രഞ്ച് പൊസിഷൻ. Okay, 7 years war came to an end in 1763 with the Treaty of Paris. ഏത് വർഷം? 1763, the Treaty of Paris. ഈ ഒരു യുദ്ധത്തിന് ബ്രിട്ടനാണ് ജയിക്കുന്നത്. അപ്പൊ എന്ത് പറ്റി? കാനഡയിൽ നിന്ന് ഫ്രഞ്ചുകാരെ ഒഴിവാക്കാനായിട്ട് ബ്രിട്ടന് പറ്റി. അപ്പൊ അതാണ് ഒരു പശ്ചാത്തലം. ഈ ഒരു യുദ്ധത്തിന് ഇന്ത്യയിലും പ്രാധാന്യമുണ്ട്. നിങ്ങൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പം കർണാട്ടിക് വാർസ് പഠിക്കും. അതിൽ കർണാട്ടിക് യുദ്ധം അവസാനിക്കുന്നത് ട്രീറ്റി ഓഫ് പാരീസിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, ബൈ വിച്ച് പൊസിഷൻസ് were given back and the war came to an end in India. So you have to know that the wars between these colonial powers affected the colonies. സംടൈംസ് ഒരു കോളനീനെ ഒരു രാജ്യം കീഴടക്കും, പിന്നെ യുദ്ധം അവസാനിക്കുമ്പോൾ ട്രീറ്റ് പ്രകാരമൊക്കെ തിരിച്ചു കൊടുക്കുമ്പോൾ ദേ മൂവ് ടു സ്റ്റാറ്റസ് കോ. അപ്പോൾ അത് ഇന്ത്യയിലും നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു പശ്ചാത്തലം ഇവിടെയുണ്ട്. 7 years war എന്ന് പറയുന്ന യുദ്ധം, അതിൻ്റെ ജയം, അതിൻ്റെ പരാജയം ഒക്കെ ഒരുപാട് നിർണായകമാണ് ഇത്തരത്തിലുള്ള ഒരു റെവല്യൂഷൻ, ഇത്തരത്തിലുള്ള ഒരു വിപ്ലവം നമ്മൾ പഠിക്കുമ്പോൾ. ഇനി നമുക്ക് അതിൻ്റെ ഒന്നുകൂടെ വിശദമായിട്ട് നോക്കാം. Okay, next slide. 1763 onwards എന്നാണ് ഞാൻ ഈ സ്ലൈഡിന്റെ പേരിട്ടിട്ടുള്ളത്. കാരണം എന്താണ്? Yesterday I had told you, like 1763 onwards, how the first phase began. It was a preparatory stage in fact. അപ്പം ഈ ഒരു 1763 ഇത് അവസാനിക്കുന്നത് 7 years war. ഈ യുദ്ധത്തിന്റെ ജയത്തിന് പിന്നിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ, അല്ലെങ്കിൽ അതിനുശേഷം വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ യുദ്ധത്തിൽ ജയിച്ചത് ബ്രിട്ടനാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ശത്രുത അവിടെ ഇല്ലാതായി മാറുകയാണ്. ദാറ്റ് മെയ്ഡ് ബ്രിട്ടൻ വെരി അസർട്ടീവ് ആസ് ഫാർ ആസ് ഇംപ്ലിമെന്റിംഗ് ന്യൂ റെഗുലേഷൻസ് ഇൻ ദ കോളനീസ് വാസ് കൺസേൺഡ്.
അപ്പോൾ താഴെ അമേരിക്കൻ കോളനീസ് ഉണ്ട്. അപ്പോൾ ഇതുവരെ ഈ ഫ്രഞ്ച് വേറൊരു ശക്തിനെ പേടി കാരണം ബ്രിട്ടൻ കാര്യമായിട്ട് നിർബന്ധിച്ചിട്ട് ടാക്സ് പിടിച്ചെടുക്കുക എന്നുള്ള രീതിയിലൊന്നും അത്ര എന്താ പറയുക, they were not ഫോഴ്സ്ഫുൾ എന്ന് കാണാൻ പറ്റും. 1763 ശേഷം ബ്രിട്ടൻ ചേഞ്ച് their attitude. They became more assertive. They became more forceful. ശക്തി ഉപയോഗിക്കാൻ തുടങ്ങി, നിർബന്ധ ബുദ്ധിയോടെ കാര്യങ്ങൾ നടത്താൻ തുടങ്ങി. അതാണ് ബ്രിട്ടന്റെ ആറ്റിറ്റ്യൂഡ്. Okay, but Britain became more assertive, which led to the discontent in the colonies. ഇതുവരെ ഇല്ലാത്ത പെട്ടെന്ന് വളരെ ഇന്ന് ഈ ഡേറ്റ് മുമ്പ് ടാക്സ് കൊടുക്കണം, ഇത് ടാക്സ് ഹൈക്ക് ചെയ്യാണ് വിതൗട്ട് ഗെറ്റിംഗ് എനി കൺസെന്റ്. സച്ച് ന്യൂ regulations were introduced by Britain, the mother country or the metropolis, which created a large amount of discontent. അതാണ് ബ്രിട്ടന്റെ സൈഡ്. ഇനി മറ്റേ സൈഡ് എന്തായിരിക്കും? കോളനീസിന്റെ 13 കോളനിയുടെ അവസ്ഥ എന്തായിരിക്കും? കോളനീസിനും അവരുടെ ഒരു created, the particular war created a lot of changes in the dimensions of their politics too. കാരണം കോളനീസിനും വേറൊരു ഫോറിൻ ഫോഴ്സ് അടുത്തില്ല എന്നുള്ളൊരു ഭയം അവർക്കും ഇല്ലാതെ ഒറ്റ ഒരു രാജ്യമുള്ളൂ ബ്രിട്ടൻ. അപ്പം ഈ ബ്രിട്ടനെ നമുക്ക് തുരത്തി ഓടിക്കണം ഇവിടെ. അപ്പം ആദ്യം അവർക്ക് എന്തായിരുന്നു പേടി? ഫ്രാൻസ് ഒരു പക്ഷെ നമ്മളെ ആക്രമിച്ചാലോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു കോളനീസിൽ. 2 ഫോറിൻ പവേഴ്സ് ഉണ്ട്, ഓക്കെ, ബിഫോർ ദ വാർ. പക്ഷെ 1763 ശേഷം എന്ത് പറ്റുന്നു? ഫ്രാൻസ് ഇല്ല, വെറും ബ്രിട്ടൻ മാത്രമാവുന്നു. അപ്പൊ കോളനീസിന്റെ അവസ്ഥ നോക്കുവാണെങ്കിൽ ദേ ബിക്കെയിം മോർ കോൺഫിഡന്റ്. അപ്പം അവർക്ക് വേറൊരു ഫോറിൻ പവറിന്റെ ഒരു എനിമി സാധ്യത തീരെയില്ല, ബ്രിട്ടൻ മാത്രം. അപ്പൊ ബ്രിട്ടൻ എങ്ങനെയും തുരത്തണം എന്നാണ് അവരുടെ ലക്ഷ്യം. അപ്പം 2 ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മനസ്സിലാക്കും. കോളനീസിനും ബ്രിട്ടനും രണ്ടും തന്നെ നമുക്ക് 2 വ്യത്യസ്തമായ ആറ്റിറ്റ്യൂഡുകൾ കാണാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ദ 7 years war which came to an end in 1763. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ആരായിരുന്നു ഈ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത്? യു ഹാവ് ടു നോ ദ നെയിം ഓഫ് ദ റൂളർ. ഹി വാസ് കിങ് ജോർജ് III. He belonged to the house of Hanover, Hanover. King George III was an obstinate ruler. He had a lot of he had his own interests. He ruled according to his own whims and fancies, and he wanted very much to continue the absolute authority in the colonies. ഒരു അബ്സല്യൂട്ടിസ്റ്റ് ആയിട്ട് തന്നെയാണ് അദ്ദേഹം ഭരിക്കുന്നത്. അപ്പോൾ കോളനീസ് ഞാൻ പറയുന്ന കാര്യം അതുപോലെ തന്നെ ചെയ്തേ മതിയാവൂ എന്ന് വാശി പിടിക്കുകയും കൂടെ ചെയ്തിരുന്നു കിങ് ജോർജ് III. ഒരു തരത്തിലുള്ള ഒരു കോളനീസിലെ പ്രശ്നങ്ങൾ എന്താണെന്നോ അത് പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നോ ഒന്നും ഈ രാജാവ് ശ്രമിച്ചിരുന്നില്ല. അദ്ദേഹത്തിനാണ് ഒരുപാട് കുറ്റം കേൾക്കേണ്ടി വരുന്നത്. കാരണം ഈ യുദ്ധം കഴിയുമ്പോഴേക്കും എല്ലാ കോളനീസും ഇൻഡിപെൻഡന്റ് ആയി. ഹാഡ് ദ കിങ് ബീൻ മച്ച് മോർ sensitive to the issues of the people, sometimes perhaps this war wouldn't have happened. രാജാവ് തീരെ താല്പര്യം കാണിക്കുന്നില്ല. രാജാവിന് താല്പര്യം എന്താ? ചൂഷണം മാത്രമായി മാറുകയാണ്. അപ്പൊ അതാണ് ഈ കിങ് ജോർജ് III റോള്. ഓക്കെ, സോ ദാറ്റ് ഇസ് an explanation for this slide. കുറച്ച് വലിയൊരു എക്സ്പ്ലനേഷൻ ആയി പോയി. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇനി ഈ യുദ്ധം, the 7 years war, in fact left Britain with a huge debt. DEBT, debt എന്ന് പറഞ്ഞാൽ കടം. അപ്പോൾ വലിയ കടമാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് എന്തായാലും ജയിച്ചാലും ഒരാൾക്ക് കടം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടന് അത് എങ്ങനെയെങ്കിലും കടം വീട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ കോളനീസിനെ കയ്യിൽ നിന്ന് കൂടുതൽ ചൂഷണം ചെയ്ത് കാശ് സമ്പാദിക്കണം. അപ്പോൾ അതിനുള്ള വഴി എന്താണ്? ടാക്സേഷൻ. അപ്പോൾ അവർ ഉപയോഗിച്ച മാർഗം എന്താണ്? ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിക്കുകയാണ്. രാജാവ് പറയുന്നു ടാക്സ് കൂട്ടുന്നു, ആരും എതിർക്കുന്നില്ല. വിത്തൗട്ട് എനി സോർട്ട് ഓഫ് റെപ്രസെന്റേഷൻ ഫ്രം ദ കോളനീസ് യു കുഡ് സീ ദാറ്റ് ദെർ വാസ് എ ഹൈക്ക് ഇൻ ടാക്സസ്. ഓക്കെ, അപ്പൊ അതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാരണം പിന്നെ ഈ കലാപം അല്ലെങ്കിൽ ഈ ഒരു വിപ്ലവം ഉണ്ടാവുന്നതിന്. Okay, yesterday in the last class I had told about the navigation acts, commercial acts which they had introduced. Along with the commercial acts which brought a lot of restrictions as far as trade was concerned, you can also see a number of revenue taxes which were imposed. Revenue tax, വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം, അതൊന്നാണ് Sugar Act, which was in the year 1764. Please study the year 1764. This was imposed on imported sugar. ഷുഗർ പുറത്തുനിന്ന് വരുമ്പോൾ അതിന് മേലെ ടാക്സ്. അപ്പം ഇവിടുത്തെ ആൾക്കാരൊക്കെ ഈ ഷുഗർ വാങ്ങണമെങ്കിൽ they had to pay huge amount as taxes.
Masses protested, they felt humiliated. You could see there was a large amount of discontent, and also you could see how people in these colonies try to come together because they had a major grievance, which was that the grievance was because they were taxed in a disproportionate manner, and also the hike in taxes were made without any consultation with the members of the colonies. So they raised this slogan, which you must have studied in school: no taxation without representation. ഞങ്ങൾക്ക് ഈ ടാക്സ് കൂട്ടുവാണെങ്കിൽ ഞങ്ങളുടെ കുറച്ച് മെമ്പേഴ്സ് ഉള്ള ബോഡി, ലെറ്റ് ദം ഓൾസോ ഡിസൈഡ്, ലെറ്റ് ആർ റെപ്രസെന്റേറ്റീവ്സ് ഡിസൈഡ് വെദർ വി കൻ പേ ദീസ് ടാക്സസ്. വൈ ആർ ഡിസിഷൻസ് മെയ്ഡ് ഇൻ ബോഡീസ് വെയർ വി ഡു നോട്ട് ഹാവ് എനി സേ? ദാറ്റ് വാസ് ദിയർ മേജർ പ്രോബ്ലം. ഓക്കെ, അടുത്ത സ്ലൈഡ് നോക്കാം. 1765 വേറൊരു ആക്ട് വരികയാണ്, സ്റ്റാമ്പ് ആക്ട്. This was imposed mainly on legal and commercial documents, land sale ചെയ്യുന്ന സമയത്ത് വാങ്ങുക കൊടുക്കുക, പിന്നെ licenses, newspapers, pamphlets. So അതൊരു land tax പോലെയാണ്. So this particular tax was a new one which offended landowners, lawyers, printers, tavern owners, merchants, എല്ലാവർക്കും ഒരുമാതിരി എല്ലാവർക്കും ദേഷ്യം തോന്നുന്ന ഒരു ആക്ടാണ്. So again we could see there was a lot of discontent, protests, sporadic incidents happened. പല ഭാഗത്തും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. What they mainly did was, like in India we know when there was this national movement, you know, like how Swadeshi became very active. But Swadeshi movement പോലെ തന്നെ ഇവിടെ എന്താണ് ചെയ്യുന്നത്, they also had the same kind of movement which was boycott of British goods. നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ് secret organizations came up, mushroomed in various parts, and they were known as Sons of Liberty. ഓക്കെ, അത് പേരിലാണ് അവർ അറിയപ്പെടുന്നത്. കാരണം പുറത്തേക്ക് അത്ര വന്നാൽ അടിച്ചമർത്തപ്പെടുന്നതുകൊണ്ട് തന്നെ സീക്രട്ട് ആയിരുന്നു. ആൻഡ് യു ഹാവ് ദീസ് നെയിംസ്. സാമുവൽ ആഡംസ്, ഹൂസ് നോൺ ആസ് എ ഫാദർ ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള യൂണിറ്റ്സ് തുടങ്ങുന്നത് എന്ന്. ഓക്കെ, പിന്നെ ന്യൂയോർക്കിലാണ് വളരെ ശക്തിയായിട്ട് ആന്റി സ്റ്റാമ്പ് ആക്ട് മൂവ്മെന്റ് നടക്കുന്നത്. സോ യു കെൻ സീ മീറ്റിംഗ് ഓഫ് ഡെലിഗേറ്റ്സ് ഹാപ്പനിങ് ആഫ്റ്റർ ദ സ്റ്റാമ്പ് ആക്ട്. So it was an act which created a lot of opposition as far as the colonies were concerned, from the side of the colonies. And ഇതൊക്കെ ആയിട്ടും ജോർജ് III went ahead with more taxation. 1767 he passed another act known as a Townshend Act. Townshend എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ്, ചാൾസ് ടൗൺഷെൻഡ്, who was the finance minister of George III. He in fact imposed taxes on ഏതൊക്കെയാണ് ഐറ്റംസ് നോക്കുക: ഗ്ലാസ്, പേപ്പർ, പെയിന്റ്, ടീ. അപ്പൊ ഇത്തരത്തിലുള്ള ടാക്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരത്തിലുള്ള ടാക്സ് സമാഹരിച്ചാൽ മാത്രമേ പലതരത്തിലുള്ള സാലറി കൊടുക്കാൻ പറ്റുള്ളൂ. ഹ്യൂജ് amount was given a salary, pension to the British officers. അപ്പോൾ അതൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം? ടാക്സ് വേണം. അതിനൊരു ഉപാധി പോലെയാണ് നടക്കുന്നത്. പിന്നെ പണിഷ് ചെയ്യാൻ those who violated the Quartering Act. ഓക്കെ, എന്താണ് ക്വാർട്ടറിംഗ് ആക്ട്? അത് താഴെ ഇവിടെ നിങ്ങൾക്ക് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ക്വാർട്ടറിംഗ് ആക്ട് എന്ന് പറഞ്ഞാൽ, again people in the colonies felt very offended with this act. ക്വാർട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ ചെയ്യാം. Okay, British soldiers could be seen stationed here and there, and the local people in fact had to take care of their expenses like uniform, food. I mean, British soldiers, they interfered in the everyday life of the people, which they did not like. How would you feel to have army walking around? It actually affects your privacy of life. So quartering acts were opposed by people, and here Townshend in fact used this particular acts in the name known as Townshend Acts in his name to punish those people who violated the Quartering Act. Okay, Quartering Act അനുസരിക്കാത്ത ആൾക്കാരെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടുകളും ടൗൺഷെൻഡ് കൊണ്ടുവന്നത്. ടൗൺഷെൻഡ് ആക്ട് വന്നാൽ വെറും ഒരു ഈ 5 സാധനങ്ങളുടെ മേലെ ടാക്സ് അല്ല, അതുകൂടാതെ അതൊരു 4-5 വേറെയും കുറച്ച് ടാക്സസ് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ ടാക്സുകളൊക്കെ കൂടെ വന്നപ്പോഴേക്കും ആൾക്കാർക്ക് വളരെയധികം ദേഷ്യമാണ് തോന്നുന്നത് against the British rule. Okay, you could see how masses took control of their affairs.
There was a massacre that was at Boston in 1770, which was known as the Boston Massacre, where 5 colonists were killed. 5 പേര് മരിക്കപ്പെടുകയാണ്. അപ്പോൾ ഇത് ബോസ്റ്റൺ മസാക്കർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ വളരെയധികം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇത്രത്തോളം വളരെയധികം മോശമായ രീതിയിലാണ് പിന്നെ ബ്രിട്ടൻ ഇത് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ജനങ്ങളുടെ സൈഡിൽ ഇത്രത്തോളം സംഭവങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഫൈനലി they had to repeal the Townshend Act. Townshend Act റിപ്പീൽ ചെയ്യുമ്പം അത് ചായപ്പൊടി തേയില അത് മാത്രം റീറ്റെയിൻ ചെയ്യണം, ബാക്കിയൊക്കെ പിൻവലിക്കുകയാണ്. കാരണം എന്താണ്? ഓപ്പോസിഷൻ. സോ ഗ്ലാസ്, പേപ്പർ, പെയിന്റ്, ടീ ഒക്കെയാണ് കൊണ്ടുവരുന്നതെങ്കിലും അതർ ദാൻ ടീ ഓൾ ദി അതർ ടാക്സസ് വെയർ ടേക്കൺ ഓഫ്, റിമൂവ്ഡ് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അറിയുന്ന വേറൊരു കാര്യം, ഈ സമയമായപ്പോഴേക്കും പ്രബുദ്ധരായ ജനങ്ങൾ they started forming committees of correspondence. പേരുകൾ നിങ്ങൾക്ക് പരിചയമുള്ള പേരുകളായിരിക്കും. സാമുവൽ ആഡംസ് നേരത്തെ പറഞ്ഞു. Then you have Thomas Jefferson who drafted the charter later. അമേരിക്കൻ ചാർട്ടറൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആളാണ്. പാട്രിക് ഹെൻറി. അങ്ങനെ ഒരുപാട് കമ്മിറ്റീസ് ഈ സമയത്ത് തന്നെ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എതിർപ്പുകളൊക്കെ ജനതയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടും എന്താണ് സംഭവിക്കുന്നത്? പിന്നെയും വേറൊരു ആക്ട് തീക്ക് തന്നെ കൊണ്ടുവരണം, ചായമേൽ, തേയിലയുടെ മേൽ, 1773. ഇതാണ് ഇതിന് കാരണമാകുന്നത്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, ദ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്ന സംഭവത്തിന് കാരണമാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഇത് ശരിക്കും ഒരു ടീ പാർട്ടി ആയിരുന്നോ? വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് വാസ് ഇൻ ഫാക്ട് എ പ്രൊട്ടസ്റ്റ് against the new tax which was imposed in 1773 upon tea. എന്താണ് ചെയ്യുന്നത് നോക്കാം. ബോസ്റ്റൺ എന്ന് പറയുന്നത് ഒരു തുറമുഖം, പോർട്ട് ആൻഡ് ഹാർബർ ഇൻ ഏത് സ്ഥലത്താണ്? മെസച്യൂസെറ്റ്സ്, ഒരു കോളനി. അപ്പം ഈ ഒരു സംഭവം നടക്കുന്നത് ഡിസംബർ 16, 1773. എന്താണ് ഇതിന് പിറകിലുള്ള സംഭവം? ബ്രിട്ടന് അവരുടെ കുറേ അധികം തേയില, കെട്ടിക്കിടന്ന തേയില ഇവിടെ ചെലവാക്കണം കോളനീസിൽ. അപ്പം അത് ഇങ്ങനെ അവര് മിക്ക തുറമുഖങ്ങളിലേക്കും ചെല്ലുമ്പോഴും അവിടെ ഒന്നും അവർക്ക് അത് ഇറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവര് നിർബന്ധപൂർവം ഈ ബോസ്റ്റണിൽ അവർ ആങ്കർ ചെയ്യണം അവരുടെ ഷിപ്പുകൾ. ഓക്കെ, നങ്കൂര വിടുകയാണ്. എന്നിട്ട് അവരിങ്ങനെ കുറേ അധികം കാർട്ടൺസ്, ചെസ് അല്ലെങ്കിൽ ഹ്യൂജ് ബോക്സസ് could be seen. നമുക്ക് വേണമെങ്കിൽ ഇമേജ് നോക്കാം. ഐ ഹാവ് ദിസ് ഇമേജ് ഫോർ യു. അപ്പോൾ ആ ഒരുപാട് ചെസ് ഓർ ബോക്സസ് ഓഫ് ടീ could be seen in the ships. അപ്പോൾ ഈ ദിവസം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നേറ്റീവ്സ് ഡിസ്ഗൈസ്ഡ് ആസ് റെഡ് ഇന്ത്യൻസ്, ഒരു വേഷമൊക്കെ റെഡ് ഇന്ത്യൻസ് ട്രൈബൽസിനെ പോലെ വേഷമിട്ടിട്ട് a group of them, what did they do? They boarded these ships, and as you can see in the image, you can see how huge chests or huge cartons of tea they dropped it in the sea. വെള്ളത്തിലിട്ട് നശിപ്പിക്കുകയാണ് ചെയ്തത്. 350ഓളം വലിയ ബോക്സസ് ആണ് നശിപ്പിക്കുന്നത്. ആരുടേതാണ് ശരിക്കും ഓണർഷിപ്പ്? ബ്രിട്ടൻ്റെതാണ്. അപ്പൊ ഇത് വളരെയധികം എന്താണ്, ബ്രിട്ടൻ കിങ്, all of them got very upset with this incident because they found how people in the colonies were becoming more and more powerful in their action and they could not retaliate. They found themselves helpless. But another image here you can see here, ഇതും ഒരു ആ ബോക്സ് എടുത്ത് താഴേക്ക് ഇടാൻ ശ്രമിക്കുന്നതാണ്. ഇതൊരു പാർട്ടി എന്ന നിലയ്ക്കാണ് പറയുന്നത്. ദിസ് ഇസ് കൺസിഡേർഡ് ടു ബി ദ സിംബൽ ഓഫ് അമേരിക്കൻ റെവല്യൂഷൻ. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുകയാണെങ്കിൽ ദിസ് ഇസ് കൺസിഡേർഡ് ടു ബി an iconic event of American history, that is a Boston Tea Party. ഇതിന് ശേഷം രാജാവ് എന്താ ചെയ്യുന്നത്? രാജാവ് ഒരിക്കലും എന്നാ ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ചാൽ കാര്യങ്ങൾ സുഗമമാവും തീരുമാനിക്കുകയല്ല ചെയ്യുന്നത്. വാട്ട് ഹി ഡിഡ് വാസ് ഹി ബിക്കേം മോർ to say coercive, forceful. He imposed a lot of new acts. Okay, a lot of intolerable acts were introduced, especially at Massachusetts, Boston. People were treated very badly. They closed the harbor. So you could see that they did not deal the situation in an amiable manner. വളരെ സൂത്രപരമായി നീങ്ങാമായിരുന്നു, അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. So we could see how at this juncture, after the Boston Tea Party in 1773, colonies decided to come together and sort out their problems. So the first Continental Congress എന്ന് പറഞ്ഞ ഒരു മീറ്റിംഗ് ആണ്
meeting ആണ്. Delegates from all the colonies other than Georgia attended. 13 കോളനിയിലെ റെപ്രസെൻറ്റേറ്റീവ്സിൽ ജോർജിയ ഒഴിച്ച് ബാക്കി 12 കോളനിയിലെ റെപ്രസെൻറ്റേറ്റീവ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ പേരെന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഫറൻസ്. എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്? കാർപെന്റേഴ്സ് ഹാൾ, ഫിലഡൽഫിയ എന്ന് പറഞ്ഞ ഒരു പ്രദേശത്താണ്, പെൻസിൽവാനിയയിലാണ് സംഭവം നടക്കുന്നത്. അങ്ങനെ you could see how they decided to form an army, how they decided to stand together. ഒരുപാട് വ്യത്യസ്തതകളും ഒരുപാട് പ്രശ്നങ്ങളും ഓരോ കോളനിക്കും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അതൊക്കെ മാറ്റിയിട്ട് ലെറ്റ് us come together എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് സ്ലൈഡ്, ലെറ്റ് മീ ടെൽ യു, ആഫ്റ്റർ ദ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് സീക്രട്ട് എന്ന് പറയുന്ന സീക്രട്ട് ആർമീസ് ഗോട്ട് ഓർഗനൈസ്ഡ്. അത് പിന്നെ ഓപ്പൺ ആയി. നേറ്റീവ് മിലീഷ്യ, നേറ്റീവ് എന്ന് പറയുമ്പോൾ നാട്ടുകാരുടെ, മിലീഷ്യ എന്ന് പറഞ്ഞാൽ ആർമി, അവർ പേരിട്ടത് മിന്യൂട്ട്മെൻ എന്നാണ്. ഓക്കെ, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ആർമി, അത്തരത്തിലുള്ള ആർമീസ് ഗോട്ട് ഓർഗനൈസ്ഡ്. ആൻഡ് ഇവർ ചെയ്തത് എന്താ സംഭവിച്ചാൽ, ദേ സ്റ്റാർട്ടഡ് അറ്റാക്കിംഗ് ദ കോളനിസ്റ്റ്. അങ്ങനെ യുദ്ധങ്ങൾ നടക്കുകയാണ്. യുദ്ധങ്ങൾ നടന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പേര് ലെക്സിംഗ്ടൺ, കോൺകേർഡ്. 2 സ്ഥലങ്ങളുടെ പേരാണ് മിസ്സോടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ലെക്സിംഗ്ടൺ, another one കോൺകേർഡ്. 1774 ശേഷം, ആഫ്റ്റർ ദ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, നേറ്റീവ് മിലീഷ്യ ഗോട്ട് ഓർഗനൈസ്ഡ് and they started fighting against British army and thus the war got inaugurated. ഓക്കെ, അങ്ങനെ യുദ്ധം അവിടെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു 1775 ആകുമ്പോഴേക്കും യുദ്ധം ശരിക്കും തുടങ്ങി തന്നെ നമുക്ക് പറയാം. ആർക്കെതിരെയാണ്? നേറ്റീവ് പീപ്പിൾ ഹു ഹാഡ് their native army against Britain, whose army was very powerful. ഇനി എന്തായി എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. Okay, so I hope the factors are clear. You have to know the 7 Years' War, and also all the acts that I have discussed here, all the years are also equally important. So in the next class I'll be coming back with the cause of the war and the impacts. Okay, bye bye.